Now, നമ്മൾ 4th generation languages നെ കുറിച്ച് പഠിച്ചു അല്ലേ? Learned about 4th generation language. I think so. fifth generation language നമ്മൾ just start ചെയ്ത് വെച്ചോ. What do you think? Okay. Third generation? No. 5. Fourth എന്തായാലും complete ചെയ്തു അല്ലേ? 5th. Okay. See? 4th generation. ഞാൻ തന്നിട്ടില്ല. I will give you. Okay. 5th generation language. 4th generation features നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് 4th generation. നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അതിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പ്രോഗ്രാം എഴുതാനുള്ള എഫേർട്സ് കുറവാണ്. അതുപോലെ ഇംഗ്ലീഷ് വേർഡ്സ്, ഫ്രേസസ്, ഗ്രാഫിക്കൽ ഇന്റർഫേസ്, സിമ്പിൾസ്, ഐക്കൺസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാംസ് എഴുതുന്നത്. അപ്പോൾ ഹൈ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ആണ് കമ്പയറിംഗ് ടു ഫസ്റ്റ് 2-3 ലെവൽ ലാംഗ്വേജസ്. ഇതിന്റെ എക്സിക്യൂഷൻ സ്പീഡ് ഹൈ ആണ്. ഒരു കാര്യം പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് 1, 2, 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻ ലാംഗ്വേജസിനെ പോലെ അല്ല. ഓക്കെ. ദെൻ ഈ പ്രോഗ്രാം എഴുതാനുള്ള ഒരു ഓവറോൾ കോസ്റ്റ് ഉണ്ടാവില്ല. ഓവറോൾ ടൈം, എഫേർട്ട്, കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും മറ്റു ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. ഒരു സിംഗിൾ മെഷീന് ഒരു പ്രോഗ്രാം കോഡ് മതി എല്ലാ മെഷീൻസിലും എക്സിക്യൂട്ട് ചെയ്യാൻ. ഡിഫറെന്റ് മെഷീൻസിന് ഡിഫറെന്റ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? Some of its examples are Python, Ruby, Perl, and so on. For SQL, അങ്ങനത്തെ examples ഒക്കെ പറഞ്ഞു. I think so. Then 5th generation language, 5GLs. 5th generation language. Have you heard about artificial intelligence? It's the name of your textbook, right? Muhammad? Artificial intelligence. You heard about that, right? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തന്നെ അതാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ what we are doing in artificial intelligence, we are making machines to behave like humans. We are making machines and they will mimic the behavior and actions of human beings. നമ്മളെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മെഷീൻസിനെ generate ചെയ്യുന്ന ഒരു branch of science ആണ് artificial intelligence. The branch of science which deals with to create machines which mimics or which behaves like human beings നെ പോലെ behave ചെയ്യുന്ന മെഷീൻസിനെ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. അപ്പോൾ ഈ 5th generation language, it is also known as advanced high level language. Okay? അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന എവിടെയാണ്? It is used in the artificial intelligence research. മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചിലാണ് 5th generation language ഉപയോഗിക്കുന്നത്. 4th generation language വരെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ we need an algorithm to solve a problem. ഇപ്പൊ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ first we need to make an algorithm to solve that problem. Is there any network connection issues? No. Okay, I'll show you. See? Okay, look at this. This is an algorithm. ഇതൊരു algorithm ആണ്. ആൽഗോരിതം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നാൽ അതിന്റെ സൊല്യൂഷൻ നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതി വെക്കും ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ആൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾവേസ് വിൽ ബി സ്റ്റാർട്ട്.
സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് തുടങ്ങുക. കാരണം യാ എനിക്കിത് തിരിയുന്നില്ല, മൊബൈലിലായതുകൊണ്ട് എഴുതിയത് ചെറുതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് ഞാൻ സൈസ് കൂട്ടാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് തന്നെ ഇവിടുന്ന് സൈസ് കൂട്ടാലോ? ഫോണിന്റെ സൂം ആക്കി കാണാൻ പറ്റും. ജോസി സൂം ചെയ്ത് നോക്കിയേ, you will be able to see that. കുഴപ്പമില്ല. Okay, so this is an algorithm to find out the sum of two numbers. ഒരു രണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം കാണാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഒരു സിയുടെ പ്രോഗ്രാം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ അൽഗോരിതം ആണിത്. ഫസ്റ്റ് സ്റ്റാർട്ട്, ആഫ്റ്റർ ദാറ്റ് ഡിക്ലെയർ ടു വേരിയബിൾസ്. ഡിക്ലെയർ വേരിയബിൾസ് ചില നമ്മൾ 3 നമ്പേഴ്സുമായിട്ട് അവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. 2 നമ്പർ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന നമ്പർ. ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പർ കൊടുക്കണ്ടേ? ആഡ് ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ ആ 2 നമ്പേഴ്സ് ആണ് ഈ num1 num2 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതർ വേരിയബിൾ സം. സം എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ്? ഈ നമ്പർ 1 നമ്പർ 2ന്റെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ അസൈൻ ചെയ്യാനുള്ള വേരിയബിൾ ആണ് ഈ സം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ജസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഇത് ഈ വേരിയബിൾസ് നമ്മൾ ഇന്ന പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ 3 വേരിയബിൾസ് നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? റീഡ് വാല്യൂസ് ഓഫ് num1 ആൻഡ് num2. നമ്പർ 1നും നമ്പർ 2നും ഇൻപുട്ട് കൊടുക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ ഒരു നമ്പർ കൊടുക്കും, സേ 4. ഒരു 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ കൊടുക്കുന്നത് അത് നമ്പർ 1ലേക്ക് സ്റ്റോർ ചെയ്യും. നമ്പർ 1 ഈക്വൽ ടു 4 ആവും. ദെൻ നമ്മൾ 5 കൊടുക്കുന്നു വിചാരിച്ചു. വി ആർ ഗിവിംഗ് ഇൻപുട്ട് 5. Then that 5 is stored to number 2. Then number 1 will be equal to 4. Number 2 will be equal to 5. അതൊരു ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. In the next step, we got 2 input. 2 ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലേ? ആ ഇൻപുട്ട് അസൈൻ ചെയ്യാനുള്ള വേരിയബിൾസ് ആണ് ഈ നമ്പർ 1 and number 2. 2 വേരിയബിൾസ്, 2 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ ഗോയിങ് ടു നമ്പർ 1, സെക്കൻഡ് നമ്പർ വിൽ ബി റീഡ് ടു നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് add number 1 and number 2 and assign the result to sum. ഈ number 1 number 2 sum എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. യു നോ വേരിയബിൾസ് ഇൻ മാത്സ് അല്ലേ? എക്സ് വൈ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. സെയിം ടൈപ്പ് വേരിയബിൾസ് ആണ് number 1 number 2 sum എന്ന് പറയുന്നത്. ഓക്കെ, but number 1 number 2 ആഡ് ചെയ്യുമ്പോൾ we will get a value, right? When we add number 1 and number 2 we get a value. ഒരു സം കിട്ടും അല്ലേ? 2 നമ്പേഴ്സിന്റെ സം. ഇഫ് ഇറ്റ് ഈസ് 4 and 5 ആണെങ്കിൽ അതിന്റെ സം വിൽ ബി 9, റൈറ്റ്? ഈ 9 ചുമ്മാ കമ്പ്യൂട്ടറിന് വെച്ച് ഈ നമുക്ക് കിട്ടുമ്പോൾ 9 നമ്മുടെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. മീൻസ് 4 and 5 എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പറയും 9. ആഡ് 4 and 5 എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിൻ സെക്കൻഡ് വി വിൽ ഡു ദ കാൽക്കുലേഷൻ ഇൻ അവർ മൈൻഡ്, വി വിൽ സേ ദ ആൻസർ 9 അല്ലേ? പക്ഷെ കമ്പ്യൂട്ടറിന് ആ ഒരു കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ബ്രെയിനിൽ തന്നെ നമ്മൾ ചെയ്യുമല്ലേ സംഭവം? പക്ഷെ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണം. ആദ്യം നമ്പർ 1 നമ്പർ 2 സം ഇങ്ങനെ 3 ഇൻഡിജേഴ്സ് ഉണ്ട് എന്നാൽ അത് കമ്പ്യൂട്ടറിനോട് ഒന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പില്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയാ, നീ ഒരു കാര്യം ചെയ്യണം, ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമ്പർ 1ലേക്ക് എടുക്കണം. ദെൻ സെക്കൻഡ് ടൈം എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമ്പർ 2ലേക്ക് എടുക്കണം. അത് കമ്പ്യൂട്ടറിന്റെ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ നീ എന്ത് ചെയ്യണം? യു ഹാവ് ടു add that values. Number 1 and number 2 add ചെയ്യണം. Then you should assign the result to the variable sum. Sum എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്ത് വെക്കണം. എങ്ങനെ? sum equal to number 1 plus number 2. Did you understand this? sum എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് number 1 plus number 2 എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറും ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കുകയാണ് ഇവിടെ. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഇത് ചെയ്ത് വെച്ചാൽ പോരല്ലോ, നമുക്ക് ആൻസർ കിട്ടണ്ടേ? കാൽക്കുലേറ്ററിൽ 4 + 5 അടിച്ചു കൊടുക്കുമ്പോൾ 9 ആൻസർ കാണണ്ടേ? അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടണ്ടേ? ഫോർ ദാറ്റ് യു ഷുഡ് ഡിസ്പ്ലേ സം. ആ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 അഡിഷൻ കിട്ടിയ വാല്യൂ അല്ലേ? ആ സം എന്ന് പറഞ്ഞ വേരിയബിളിൽ ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് സം എന്ന് പറഞ്ഞ വേരിയബിൾ. അത് ഡിസ്പ്ലേ ചെയ്യാം. ആരാണോ നിനക്ക് ഇൻപുട്ട് തന്നത് അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാം. അത്രയും കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സ്റ്റോപ്പ്.
This is an algorithm to find the sum of two integers. രണ്ട് integers അല്ലെ രണ്ട് നമ്പേഴ്സിന്റെ അഡിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന്റെ അൽഗോരിതം ആണിത്. പ്രോഗ്രാം ഞാൻ സിയിലെ ഒരു പ്രോഗ്രാം ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എക്സാമ്പിൾ. അതിന്റെ അൽഗോരിതം ആണ്. അൽഗോരിതം നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, ഈ ചാപ്റ്ററിൽ ഇല്ല. പക്ഷേ ഞാനിത് കാണിച്ച എന്താന്ന് വെച്ചാല് in first generation, second generation, third generation and fourth generation languages. Yes. Screen ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തതാ. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കണ്ട. I was just explaining. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അൽഗോരിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. Okay, listen to me. So when we do programming ചെയ്യുമ്പോൾ fourth generation വരെയുള്ള ലാംഗ്വേജസിൽ ഇങ്ങനെ സ്റ്റെപ്പ് ആദ്യം സ്പെസിഫൈ ചെയ്യും. ആദ്യമേ ഡയറക്റ്റ് പ്രോഗ്രാം ചെയ്യില്ല. ഫസ്റ്റ് വി വിൽ റൈറ്റ് ദ അൽഗോരിതം. സ്റ്റെപ്പ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും കയ്യിൽ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ആയിരിക്കും, അഡീഷൻ ഓഫ് 2 ഡിജിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ ഫിബനോക്കി സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ സീരീസ് കാണാം. അരിത്മെറ്റിക് പ്രൊജക്ഷൻ, പ്രോഗ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ അങ്ങനെ ഒരുപാട് മാത്സിൽ നമ്മൾ പഠിക്കുന്നില്ലേ. അതെല്ലാം നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. വി വിൽ ഹാവ് എ പ്രോബ്ലം. വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അത് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമുക്കത് തന്നെ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളിപ്പോൾ ഒരു പേപ്പർ എഴുതി കൈയും കാലൊക്കെ വെച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഒരു കാര്യം കണ്ടുപിടിക്കും. പക്ഷെ കമ്പ്യൂട്ടറിനെ ഇന്ന സ്റ്റെപ്പ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞാൽ മാത്രമേ ഇറ്റ് വിൽ ഡു ദാറ്റ് ടാസ്ക്. ഇറ്റ് വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. ഓക്കെ. ആ സൊല്യൂഷന് ഫസ്റ്റ് യു ഷുഡ് ടേക്ക് ഇൻപുട്ട്. യു ഷുഡ് ഡു ദിസ് കാൽക്കുലേഷൻ. കാൽക്കുലേഷന്റെ റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അൽഗോരിതം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എഴുതും. ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാം എഴുതുന്നത് ഈ അൽഗോരിതം ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ്. ഓക്കെ. ബട്ട് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് 5th generation ലാംഗ്വേജ്? ഈ ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം അൽഗോരിതത്തിന്റെ ആവശ്യം വേണ്ട. ക്ലിയർ? 5th gen ഇപ്പം ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻ ദ കേസ് ഓഫ് 5th generation ലാംഗ്വേജ്. ഓക്കെ. സോ ഇപ്പൊ മാത്സ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട മെത്തേഡ്, കണ്ടീഷൻസ്, കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് പ്രോബ്ലത്തിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും യു വിൽ ബി ഏബിൾ ടു സോൾവ് ദാറ്റ്, റൈറ്റ്? മാത്സ് ടീച്ചർ ഒരു പ്രോബ്ലം പഠിപ്പിക്കുകയാണ് അല്ലേ. മാത്സ് ടീച്ചർ ഈസ് ടീച്ചിങ് യു പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ ഒരു 1 or 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്തു തന്നു, സോൾവ് ചെയ്ത് തന്നു, നിങ്ങൾ അത് പഠിച്ചു. പിന്നെ ആ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും യു വിൽ ബി ഏബിൾ ടു സോൾവ് ദാറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. അത് നമ്മൾ അത്ര ഇന്റലിജന്റ് ആയതുകൊണ്ടാണല്ലേ. ഒരു കാര്യം ഇങ്ങനെയാണ്, ഇന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ഒരു തവണ പറഞ്ഞു തന്നാൽ പിന്നെ സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ തന്നെ ചെയ്തോളൂ അല്ലെ. ഒരു പേനയും പേപ്പറും കിട്ടിയാൽ മതി. ചിലപ്പോൾ മെന്റൽ കാൽക്കുലേഷൻ വി വിൽ ഡു, റൈറ്റ്? അതാണ് ഈ 5th generation ലാംഗ്വേജിന്റെ ഒരു അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ ഇതില് ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് അൽഗോരിതം ഒന്നും എഴുതാതെ ഡയറക്ട്ലി നമ്മൾ എങ്ങനെയാണോ ആ പ്രോബ്ലം സൊല്യൂഷൻ കാണുന്നത് അതേ മെത്തേഡിൽ മെഷീൻസിനെ കൊണ്ട് അതിന്റെ സൊല്യൂഷൻ കാണിക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരണോ? മീൻസ് നീ 2 ഇൻപുട്ട് എടുക്കണം, അതിനുശേഷം യു ഷുഡ് ആഡ് ദാറ്റ് ആൻഡ് യു ഷുഡ് അസൈൻ ദാറ്റ് വാല്യൂ ടു സം ആൻഡ് യു ഷുഡ് ഡിസ്പ്ലേ ദാറ്റ്. ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളോട് ഇത്രേ പറയുള്ളൂ, 4 and 5 ആഡ് ദീസ് 2 നമ്പേഴ്സ്. ആഡ് 4 and 5 എന്ന് പറഞ്ഞാൽ തന്നെ വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്കത് മനസ്സിലാവും അല്ലേ. സം കാണാനാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് വി വിൽ ഫൈൻഡ് ദ ആൻസർ ആൻഡ് വി വിൽ സേ മിസ് ഇറ്റ് ഈസ് 9 എന്ന് പറയും, റൈറ്റ്? ആ ഒരു മെത്തേഡിൽ കമ്പ്യൂട്ടറിന് പറ്റില്ല. കമ്പ്യൂട്ടറിന് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ കൊടുക്കണം. പക്ഷെ 5th generation ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത ആ ഒരു ആൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാതെ, ഡിസ്ക്രൈബ് ചെയ്യാതെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ചില കണ്ടീഷൻസ് മാത്രം കൊടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡിൽ മെഷീൻസിനെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യിക്കാൻ നോക്കുക. അതാണ് 5th generation ലാംഗ്വേജിന്റെ എയിം എന്ന് പറയുന്നത്.
Okay. Its primary goal is to eliminate the need of implementing an algorithm to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അൽഗോരിതം ഇവിടെ ആവശ്യമില്ല. ആ ഒരു രീതിയിലേക്ക് പ്രോഗ്രാമിങ്ങിനെ മാറ്റുക എന്നതാണ് ഈ 5th ജനറേഷൻ ലാംഗ്വേജസിന്റെ ഒരു മെയിൻ ഗോൾ. Is that clear? എന്ന് വെച്ചാൽ ഈ 5th ജനറേഷൻ ലാംഗ്വേജിൽ ഒരു പ്രോബ്ലം കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഒരു മെഷീനോ കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മളെ പോലെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യും അല്ലെ. ഇതിപ്പോ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഉണ്ടാവും, 5ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെ. പല ക്ലാസ്സുകളിലും കിട്ടിയ നോളജ് വെച്ചാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെ. പല ക്ലാസ്സുകളിലും പല രീതിയിലും നമുക്ക് കിട്ടിയ നോളജിന്റെ ബേസിലാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിന് അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഇന്ന രീതി ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതണം. ഓക്കെ. പക്ഷേ 5th ജനറേഷൻ ലാംഗ്വേജിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണോ ആ പ്രോബ്ലം, ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണോ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതേ രീതിയിൽ ജസ്റ്റ് കണ്ടീഷൻസ് മാത്രം കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് മെഷീൻസിനെ കൊണ്ടുവരാ എന്നതായിരുന്നു 5th ജനറേഷൻ ലാംഗ്വേജസിന്റെ ഒരു മെയിൻ എയിം. ഓക്കെ. Its ultimate aim is to make computers behave, think and react as human beings. The ultimate aim endana? What's the ultimate aim of it? Its ultimate aim is to make computers behave, think and react as human beings. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെയാണോ? അല്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ അല്ലെ. ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി there ഇൻ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു കമാൻഡോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനോ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡിൽ അതിനെ സോൾവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് തരാം അല്ലേ. പക്ഷെ നമുക്ക് ഓരോ സിറ്റുവേഷൻ പെട്ടെന്ന് നമുക്ക് ഓരോ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നമ്മുടേതായ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്ന കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ, അച്ഛനും അമ്മയും പാരന്റ്സും മീൻസ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലുണ്ട് അല്ലെ. ഓരോരോ മെത്തേഡ് ഉണ്ട്, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു നോളജ് ബേസ് ഉണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷെ 7ാം ക്ലാസ്സിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് അല്ലേ. അതും വലിയ നമ്പേഴ്സ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നമുക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും റിയാക്ട് ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉണ്ട്. കമ്പ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ മെഷീൻസിന് ഇപ്പൊ കപ്പാസിറ്റി ഇല്ല. പക്ഷെ ആ കപ്പാസിറ്റി ഉള്ള മെഷീൻസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എയിം. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ആ ലാംഗ്വേജ് ആണ് 5th ജനറേഷൻ ലാംഗ്വേജ്. ഓക്കെ. Its ultimate aim is to make computers behave, think and react as human beings. നമ്മളെ പോലെ ബിഹേവ് ചെയ്യുക, തിങ്ക് ചെയ്യുക, റിയാക്ട് ചെയ്യുക. ഇതെല്ലാം ഇപ്പൊ മെഷീൻസിന് പറ്റില്ല. പക്ഷെ ആ ഒരു രീതിയിൽ മെഷീൻസിനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇപ്പം നടക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് നമ്മുടെ 5th ജനറേഷൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് അഡ്വാൻസ്ഡ് high level language. Okay. Once the programmer dictates how the solution should appear by logically specifying the constraints and conditions, the computer is then free to search for the suitable solution. Computer node and the step by step process parayade chala conditions and constraints parayum. ചില കണ്ടീഷൻസ് മാത്രം പറയും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണ്ടീഷൻസ് മാത്രം മെൻഷൻ ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ എന്താ തന്നെത്താനെ ആ കണ്ടീഷൻസിനനുസരിച്ച് ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. നമ്മളെ പോലെ ടീച്ചേഴ്സ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ചില കണ്ടീഷൻസ് മാത്രമേ നിങ്ങളോട് പറയും, എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു തരില്ല എക്സാമിനൊക്കെ അല്ലെ. എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെത്താനെ ചെയ്യണ്ടേ. ചില കണ്ടീഷൻസ് മാത്രമേ ടീച്ചേഴ്സ് പറയുണ്ടാവുള്ളൂ ചിലപ്പോൾ. അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കും. അതുപോലെയുള്ള കമ്പ്യൂട്ടേഴ്സിനെ ആക്കലാണ് ഈ 5th ജനറേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള AI യുടെ ലക്ഷ്യം. ഓക്കെ.
Is that clear? ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മുടെ ഇപ്പോ നിങ്ങൾ ഐഫോണിൽ സിറി, അലക്സ കാര്യങ്ങളില്ലേ, നമ്മുടെ കമാൻഡ്സിനനുസരിച്ച് പറയുന്നത്. ലക്ഷ്മി പ്രിയക്ക് രാവിലെ ഉണ്ടായിരുന്നു സിറി, അലക്സ. നമ്മളിപ്പം നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും, അലക്സ പ്ലേ ദ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് പ്ലേ ചെയ്യും അല്ലേ? ഒരു സ്പീക്കർ പോലത്തെ ഒരു ചെറിയ സാധനമാണ്. എന്തൊരു ചെറിയ സാധനം. അതിനോട് നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും അതിനനുസരിച്ച് അത് ആക്ട് ചെയ്യും അല്ലെ? അലക്സ സ്വിച്ച് ഓൺ ദ ഫാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സ്വിച്ച് ഓൺ ദ ഫാൻ, ലൈക്ക് ദാറ്റ്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന പോലെയല്ലേ? ആക്ച്വലി നമ്മൾ പറയുന്നതിനൊട്ട് മനസ്സിലാവുന്നുമില്ല, പക്ഷെ നമ്മൾ പറയുന്നത് അത് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള മെഷീൻസിനെ ആക്കുക എന്നതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആണ് അല്ലേ? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമല്ലാത്തത് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇന്റലിജൻസ് പറഞ്ഞാൽ ബുദ്ധി അല്ലേ? ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഇന്റലിജൻസ്, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് അതാണ് അല്ലെ? ഇപ്പോൾ AI വരുന്ന ഒരു ലാംഗ്വേജ് ആണ് 5th ജനറേഷൻ ലാംഗ്വേജ്. ഇതിൽ റിസർച്ചേഴ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഹ്യൂമൻ ബീങ്സിനെ പോലെ റിയാക്ട് ചെയ്യുകയും തിങ്ക് ചെയ്യുകയും ബിഹേവ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ നമുക്ക് നോർമലി ഇല്ല, അത് വന്നിട്ടില്ല. പക്ഷെ അതിന്റെയൊക്കെ കുറച്ചുള്ള രീതിയിലുള്ള കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പം യു ഹാവ് ഹേർഡ് അബൌട്ട് കമ്പ്യൂട്ടർ സെർവിങ് ഫുഡ് ഇൻ കണ്ണൂർ. ഒരു ഹോട്ടലുണ്ട് കണ്ണൂരിൽ, ഏതൊരു ഹോട്ടലിൽ കമ്പ്യൂട്ടർ റോബോട്ട് ഇസ് സെർവിങ് ഫുഡ്. വെയിറ്റർ ആയിട്ട് റോബോട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യും, സീറ്റിൽ കൊണ്ടിരുത്തും, നമുക്ക് ഫുഡ് എല്ലാം എന്താ പറയാ നമ്മുടെ ഓർഡർ എടുത്തിട്ട് ഫുഡ് സെർവ് ചെയ്യും. അത് റോബോട്ടാ ചെയ്യുന്നത് അല്ലെ? യൂഷ്വലി ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീങ്. യൂഷ്വലി ഹ്യൂമൻ ബീങ്സ് അല്ലേ ചെയ്യാം, പക്ഷെ കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ അവിടെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അതെല്ലാം AI-യുടെ റിസർച്ചിൽ നിന്ന് വരുന്ന എന്താ പറയാ ഓരോരോ പുതിയ ടെക്നോളജീസ് ആണ്. ഓക്കെ ഓക്കെ, 5th ജനറേഷനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രേ പഠിക്കാനുള്ളൂ. പക്ഷെ ഇതിലൊരു എന്താ പറയാ, ഈ AI എന്നുള്ള ഫീൽഡിൽ റിസർച്ച് സക്സസ്ഫുൾ ആണെങ്കിൽ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇപ്പൊ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം AI ബേസ്ഡ് ആണ്. നമ്മുടെ ഫോണൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ നടത്തുന്നുണ്ട് അല്ലെ? ഫേസ് റെക്കഗ്നിഷൻ, പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ, ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം AI ബേസ്ഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. ഇപ്പം നിങ്ങളെ ഞാൻ ഒരു തവണ കണ്ടോ 1-2 തവണ കണ്ടാൽ നമുക്കത് പരിചയപ്പെട്ട് മീൻസ് ഓർത്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ഫേസ്. പക്ഷെ മെഷീൻസിന് അങ്ങനെ ഒരാളെ ഓർത്ത് വെക്കുക, അയാളെ തിരിച്ചറിയാന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ പോലെ എളുപ്പമല്ല. അതിന് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരാളെ ഫേസിന്റെ ഇപ്പൊ നമ്മുടെ ബോണിന്റെ ലെങ്ത്തും ഷേപ്പും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഒരാളെ മെഷീൻ തിരിച്ചറിയാം. നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മുടെ ബ്രെയിനിൽ ആ ഒരു ഓർമ്മയിൽ ആ പിക്ചർ അവിടെ നിൽക്കും. പക്ഷെ കമ്പ്യൂട്ടറിന് അങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാവില്ല. നമ്മുടെ ഫേസ് ഒക്കെ മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ടാണ് കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ക്ലിയർ? സോ 5GL-ന്റെ എക്സാമ്പിൾസ് ആണ് പ്രോലോഗ്, OP, S5 ആൻഡ് മെർക്കുറി. ഇതൊക്കെ 5th ജനറേഷൻ ലാംഗ്വേജിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പ്ലീസ് കം ബാക്ക് ടു പേജ് നമ്പർ 9. There is an activity for you. It's let's review. Please do it as a homework and send me the photographs. Okay? അത് ഇപ്പൊ ചെയ്യണ്ട. നിങ്ങളൊരു yes, tell me. In page number 9, there is an activity. Let's review. Write true or T for true and for F for false. Okay, it's there in your textbook in page number 9. Please do it as a homework and send me the photographs before 5 o'clock. 5 മണിക്ക് മുമ്പേ അയച്ചു തരാം. അതിൽ ഡിലേ ആവാൻ പാടില്ല. അതിന് മുമ്പേ അയക്കാമെങ്കിൽ ഐ എം ഹാപ്പി. അതിനുശേഷം അയക്കേണ്ട ആരും. Okay, now we are moving on to the topic translators. Translator, for what we are using translator? Translator എന്ന് പറഞ്ഞ വേർഡ് യൂഷ്വലി നമ്മൾ എവിടെ അപ്ലിക്കബിൾ ആവുന്നത്, എപ്പോഴാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്? I have already told you this.
when second generation language. ഓക്കെ സോറി അങ്ങനെയല്ല, ഞാൻ ജനറൽ ലൈഫിൽ നമ്മുടെ യൂഷ്വൽ ലൈഫിൽ ട്രാൻസ്ലേറ്റേഴ്സിന്റെ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴാ? ട്രാൻസ്ലേറ്റർ നമുക്കൊരു ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിലേക്ക് ആക്കണമെങ്കിൽ അത് ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജ് നമ്മൾ കേൾക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കന്നഡ കേട്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കന്നഡ. ഇഫ് സംവൺ സ്പീക്സ് ടു മീ ഇൻ കന്നഡ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ നീഡ് എ ട്രാൻസ്ലേറ്റർ. എനിക്കൊരു ട്രാൻസ്ലേറ്ററിന് ആവശ്യമുണ്ട്. ഐ നീഡ് എ ട്രാൻസ്ലേറ്റർ there. What the translator will translate that Kannada to Malayalam so that I can understand. Okay? എനിക്ക് കന്നഡ മനസ്സിലാവണമെങ്കിൽ എന്താ ഒരു ട്രാൻസ്ലേറ്റർ തന്നെ വേണം. ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യണം? ഹി വിൽ ട്രാൻസ്ലേറ്റ് എവറിത്തിങ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനല്ല ആ കന്നഡ സ്പീക്ക് ചെയ്യുന്ന ആള് പറയുകയാണെങ്കിൽ, ഹി വിൽ ട്രാൻസ്ലേറ്റ് all those sentences to me in Malayalam. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും then I will understand അയാൾ ഇതാ പറഞ്ഞത്. then I will give reply in Malayalam only. എനിക്ക് again I don't know കന്നഡ, ഞാൻ മലയാളത്തിൽ റിപ്ലൈ കൊടുക്കും. and that translator will translate that Malayalam sentence in Kannada so that the person who is speaking Kannada will understand. Okay, is that clear? The languages മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളല്ലേ തർജ്ജിമ ചെയ്യുന്ന ആള്. തർജ്ജിമ ചെയ്യാന്നാ പറയാം. ഇപ്പൊ ഹിന്ദി മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്, കന്നഡ, തെലുങ്ക് മൂവീസ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് വരുന്നില്ലേ? ആക്ച്വലി അത് എടുത്തിരിക്കുന്നത് സമത ലാംഗ്വേജിലാണ്, പക്ഷെ അത് ഡബ് ചെയ്തിട്ട് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് മലയാളത്തിൽ വരുന്നത്. അല്ലു അർജുന്റെ കുറെ മൂവീസ് ഒക്കെ ഉണ്ട് അല്ലേ? ആക്ച്വലി അത് വേറെ ലാംഗ്വേജിലാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിലേക്ക് മാറ്റി. ദാറ്റ് ഇസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ നമുക്കറിയാം കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിലല്ലാതെ, ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജിലല്ലാതെ ഒരു ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അല്ലേ? അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ വി മസ്റ്റ് യൂസ് എ ട്രാൻസ്ലേറ്റർ there. ഓക്കെ, ട്രാൻസ്ലേറ്റർ ഓർ ലാംഗ്വേജ് പ്രോസസർ. ട്രാൻസ്ലേറ്ററിന്റെ വേറൊരു പേരാണ് ലാംഗ്വേജ് പ്രോസസർ. ഇറ്റ് കൺവേർട്സ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ടു മേക്ക് ഇറ്റ് എ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പഠിച്ചു. ദാറ്റ് വിൽ ബി ഈസി ഫോർ us. മെഷീൻ ലാംഗ്വേജിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ us ടു മേക്ക് എ കോഡ് ഓർ മേക്ക് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന ലാംഗ്വേജിലേക്ക് പ്രോഗ്രാം എഴുതും. ആഫ്റ്റർ ദാറ്റ് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടി ട്രാൻസ്ലേറ്ററിനെ യൂസ് ചെയ്യും. I think we have only 1 minute left. Class will end at any second. So translator എന്താണ്? നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ലാംഗ്വേജിൽ എഴുതി നമുക്കറിയാവുന്ന പ്രോഗ്രാം ലാംഗ്വേജിൽ എഴുതിയ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആയ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ട്രാൻസ്ലേറ്ററിന്റെ ഡ്യൂട്ടി മനസ്സിലായില്ലേ? കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടാണ്. കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ട്രാൻസ്ലേറ്റർ. നമ്മൾ എന്താ പറഞ്ഞെന്ന് കമ്പ്യൂട്ടറിന് അറിയില്ല, എന്താ പറഞ്ഞെന്ന് കമ്പ്യൂട്ടറിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഈ ലാംഗ്വേജ് പ്രോസസർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഐ തിങ്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് തീരാനായി. നെക്സ്റ്റ് ക്ലാസ്സോടെ നമ്മുടെ ചാപ്റ്റർ തീരും തോന്നുന്നു. യെസ് അല്ലേ?